നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 17/5/2025 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില RSS 4 കിലോ 196 രൂപ 50 പൈസയും, RSS 5 കിലോ 192 രൂപ 50 പൈസയും, ISNL 20 കിലോ 170, ലാറ്റക്സ് 60% 142.65 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 196 രൂപ 50 പൈസയും, RSS 5 കിലോ 192 രൂപ 50 പൈസയുമാണ്. കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 189ഉം ലോട്ട് കിലോ 176 മുതൽ 181മാണ്. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 125ഉം 60% DRC ഉള്ള ഒട്ടുപാൽ 93 രൂപ 75 പൈസയുമാണ്. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം RSS 4 കിലോ 188 രൂപ 50 പൈസയും, RSS 5 കിലോ 187 രൂപ 50 പൈസയും, ISNL 171 രൂപ 50 പൈസ മുതൽ 172മാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. കേരളത്തിലെ റബ്ബർ വില മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ്. കേരളത്തിലെ കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് കിലോ അൺഗാർബിൾഡ് 682ഉം കുരുമുളക് ഗാർബിൾഡ് 702ഉം പുതിയത് 672മാണ്. സ്വർണ്ണവില നോക്കുമ്പോൾ 22 ക്യാരറ്റ് ഒരു പവൻ 69,760ഉം 1 ഗ്രാം 8,720ഉമാണ്. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9,513ഉം 1 പവൻ 76,104ഉമാണ്. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ നാടൻ കിലോ 85ഉം വെളിച്ചെണ്ണ മില്ല് നാടൻ വെളിച്ചെണ്ണ ലിറ്ററിന് 360ഉമാണ്. കൊക്കോ 350ഉം കശുവണ്ടി 116ഉം കൊപ്ര എടുത്തുപിടി 183 രൂപയാണ്. അടയ്ക്ക പുതിയത് 350 മുതൽ 400ഉം പഴയത് 360 മുതൽ 420ഉം കാഞ്ഞിരക്കുരു 1850ഉം കയറ് ഇഴക്കയറ് 10 രൂപയും കരിപ്പോട്ടിക്കയറ് 10 മുതൽ 15 വരെയും ആണ്. ഹരിതകർമ്മസേന അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ പ്ലാസ്റ്റിക് ശേഖരണം വീടുകളിൽ ഒരു മാസം 50 രൂപയാണ്. അതേസമയം കടകളിൽ 100 രൂപയാണ്. കടകളിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വരുന്നത് കൊണ്ടാണ് അവർ 100 രൂപ വാങ്ങിക്കുന്നത്. പക്ഷേ നഗരസഭകളിൽ 70 രൂപയും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയായി കഴുകി ഉണക്കി ഹരിതസേനയ്ക്ക് കൊടുക്കുക, നമ്മുടെ ജീവൻ രക്ഷിക്കുക. കാരണം ഇത് മണ്ണിൽ ലയിച്ചാൽ മണ്ണിൽ പൊടിഞ്ഞു വീണ് മണ്ണിൽ കിണറ്റുകളിൽ പോവുകയും ചെയ്യും, മത്സ്യങ്ങളുടെ വായിൽ പോവുകയും ചെയ്യും, മറ്റ് നമ്മുടെ ആഹാരത്തിലൂടെ അത് നമ്മുടെ വയറ്റിൽ തന്നെ എത്തിയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കുകൾ വൃത്തിയായി ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുവാൻ പറയുന്നത്. അത് തരംതിരിച്ച് ജൈവമാലിന്യങ്ങൾ, അതായത് മണ്ണിൽ ലയിക്കുന്ന വസ്തുക്കൾ, പഴത്തൊലിയായാലും മറ്റ് പച്ചക്കറി വേസ്റ്റുകളായാലും വാഴയുടെ ചുവട്ടിയോ മറ്റ് പച്ചക്കറിയുടെ ചുവട്ടുകളിലോ കുഴിച്ചിടുവാൻ നോക്കുക. വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.